അരിയും തിന്നു ആശാരിച്ചയും കടിച്ചു. എന്നിട്ടും പുതുവയുടെ മുറുമുറുപ്പ് തീർന്നിട്ടില്ല. 4 വർഷമായി തുടങ്ങുന്ന സഭാ തർക്കം 4 മാസം കൊണ്ട് അങ്ങനെ തീരണ്ട എന്നാണ് എല്ലാത്തിന്റെയും കാരണക്കാരനായ മാർ ആലഞ്ചേരിയുടെ നിലപാട്. സമവായ ശ്രമങ്ങളെ തകർക്കാൻ 2 ആയുധങ്ങളാണ് ആലഞ്ചേരിയുടെ കയ്യിലുള്ളത്. ബിനു ചാക്കോയും ഫാദർ ജോഷി പുതുവയും. പകൽ വെളിച്ചത്തിൽ പുറത്തു കാണിക്കാൻ കൊള്ളാത്ത 2 ആയുധങ്ങൾ. കേരളത്തിൽ ഏറ്റവും അധികം തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള പിടികിട്ടാപ്പുള്ളിയാണ് ബിനു ചാക്കോ. അക്ഷരത്തെറ്റില്ലാതെ 4 അക്ഷരം തികച്ചെഴുതാൻ അറിയാത്ത ബിനു ചാക്കോയുടെ ഫേസ്ബുക്കിലൂടെയാണ് ആലഞ്ചേരി കുറെ നാളുകളായി നുണ വിതരണം നടത്തുന്നത്. ബിനു ചാക്കോയുടെ വായിലൂടെ ആലഞ്ചേരി സംസാരിക്കുന്നു. ഇതിനായി കാട്ടുകളനെ മൗണ്ട് സെന്റ് തോമസിൽ താമസിപ്പിച്ചിരിക്കുകയാണ് ആലഞ്ചേരി. വൈകാതെ പുറത്തു വരാൻ പോകുന്ന ഡാമിലെ ചെളിനീക്കർ കരാറിന്റെ പേരിൽ അരക്കോടിയോളം രൂപ ബിനു ചാക്കോ ചില ആളുകളിൽ നിന്ന് കൈപ്പറ്റിയതും ആലഞ്ചേരിയുടെ ഈ വീട്ടിൽ വെച്ചാണെന്നും അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ആ കേസ് കൂടി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആലഞ്ചേരിക്ക് അർഹമായ മറ്റൊരു പൊൻതൂവൽ കൂടി ശിരസിൽ അണിയാം. രണ്ടാമത്തെ ആയുധം ജോഷി പുതുവയാണ്. ഭൂമി ഇടപാടിലെ ആലഞ്ചേരിയുടെ പങ്ക് കച്ചവടക്കാരൻ. ഇപ്പോൾ എറണാകുളം അരമനയിൽ ചാൻസലറായി കുടിയേറിയിരിക്കുന്നയാൾ. കഴിഞ്ഞ ദിവസം എറണാകുളം അരമനയിൽ അരങ്ങേറിയ പ്രതിഷേധ നാടകം യഥാർത്ഥത്തിൽ സഭാപക്ഷത്തിന്റെ പ്രതിഷേധമായിരുന്നില്ല, ദുർബലപക്ഷമായ ആലഞ്ചേരി പക്ഷത്തിന്റെ വിളയാട്ടമായിരുന്നു. എല്ലാവരെയും ചേർത്ത് നിർത്തി സഭയിൽ ഐക്യം സൃഷ്ടിക്കാനുള്ള മാർ ജോസഫ് പാംപ്ലാനിയുടെയും അദ്ദേഹത്തിന് ഉപാധികളില്ലാതെ പിന്തുണ നൽകുന്ന മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ സത്യസന്ധമായ പ്രവർത്തനങ്ങളുടെ ഫലമായി എറണാകുളം അതിരൂപതയിൽ ഉരുത്തിരിയുന്ന സമാധാനാന്തരീക്ഷത്തെ തകർക്കാൻ ആലഞ്ചേരിയുടെ കാർമ്മികത്വത്തിലും ജോഷി പുതുവയുടെ ശുശ്രൂഷയിലും നടന്നതാണത്. സഭയിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും തുടക്കമിട്ട ഭൂമി ഇടപാടുകാരനാണ് ആലഞ്ചേരി. ആ കച്ചവടക്കാലത്ത് പ്രോക്യൂറ്റേറ്ററായിരുന്ന അതിരൂപതയിൽ കോടാനുകോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയ ആളാണ് ഫാദർ ജോഷി പുതുവ. ഭൂമി കച്ചവടത്തിൽ തനിക്ക് 10 കോടി രൂപ സ്വന്തമായി കിട്ടണമെന്ന് ഇടനിലക്കാരൻ സാജു വർഗീസിനോട് ആലഞ്ചേരി പറഞ്ഞു താൻ കേട്ടിട്ടുണ്ടെന്ന് നിൽക്കക്കല്ലില്ലാതെ KPMGയുടെ അന്വേഷണത്തിൽ ജോഷി പുതുവ സംബന്ധിച്ചതായ മൊഴി ഇപ്പോഴുമുണ്ട് പൊതുമധ്യത്തിൽ. എന്നാൽ നാണവും മാനവും ഉളുപ്പുമില്ലാത്ത ആലഞ്ചേരിയും ജോഷി പുതുവയും ഒരുമിച്ച് തങ്ങളുടെ നാറിയ കളികൾ ഇപ്പോഴും അതിരൂപതയിൽ തുടരുകയാണ്. കുറച്ചുനാൾ മുമ്പ് ചുളിവിൽ ലഭിച്ച അതിരൂപതയുടെ ചാൻസലർ പദവി പുതുവയ്ക്ക് തുടരണമത്രേ. എങ്ങനെയുണ്ട്? അതിനേക്കാൾ ഭേദം എറണാകുളം അതിരൂപത തന്നെ പിരിച്ചുവിടുന്നതായിരിക്കും. ഏറ്റവും ഒടുവിൽ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് കൂടിയായ മാർ തോമസ് തറയിൽ ചെയർമാനും താമരശ്ശേരി രൂപതാ മെത്രാനായ മാർ റെമൻജിയോസ് ഇഞ്ചാനിയിലും കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കലും എപ്പിസ്കോപ്പൽ അംഗങ്ങളായിട്ടുള്ള സീറോ മലബാർ മീഡിയ കമ്മീഷനും സഭാസ്നേഹികളുടെ ആട്ടിൻ തോലണിഞ്ഞെത്തിയ ഈ തെമ്മാടിക്കൂട്ടത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അണിരഞ്ജനത്തിന്റെ വഴികൾ ഒരിക്കലും തുറക്കാതിരിക്കാനുള്ള ഗൂഢശ്രമങ്ങളാണിതെന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു. ആലഞ്ചേരി പിതാവെ നിർത്തുക. അങ്ങ് ചുമതലക്കാരി വരുമ്പോഴുള്ള എറണാകുളം അതിരൂപതയുടെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും കുറിച്ച് ചിന്തിക്കുക, ഉള്ളുരുകി മനസ്തപിക്കുക. ഒരു കാലത്ത് ഭാരമേൽപ്പിക്കപ്പെട്ട ആട്ടിൻപറ്റത്തെ ഈ 2 ചെന്നായ്ക്കൾ ഉപയോഗിച്ച് ചിതറി തെറിപ്പിക്കാതിരിക്കുക.